എന്നിട്ട് നീ ഇന്നെ തിരിച്ചു വരാൻ ഗൈസ് ഇത് നമ്മളെ വെല്ലുവിളിച്ചു. പന്നീനെ കണ്ടില്ലേ? നമുക്ക് ധൈര്യം ഉണ്ട് ഗൈസ്. നമ്മളപ്പോ പന്നീനെ കാണാൻ പോവാണ്. നമുക്ക് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. അല്ല ഇവരൊക്കെ പേടിക്കണ്ടമാരാണ്. ആണുങ്ങളാടാ. രതീഷിന്റെ മോനാടാ, ഇത് അബ്ദുള്ളന്റെ മോനാടാ, പ്രസന്നന്റെ മോനാടാ. പറഞ്ഞോ. ആശിനെ കടത്തായി. അതന്നെ, ആശുവിനെ കടത്താൻ കബറ് കുഴിക്കാൻ പറയണം ഗൈസ്. ചിലപ്പോ പേടിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു വരാണിപ്പോ പേടിച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് നീ എന്താ അക്കൊന്ന് നന്നായിക്കൂടെ? ഡ്രസ് 50 രൂപ കൊടുക്കാണ്ട്. ഭാഗ്യ കണ്ടിട്ടില്ല. ഞാൻ കല്ലടിക്കോട് വരെ ഇയാളുടെ അടുത്ത് പൈസ ചോദിച്ചു പോയി. 50 രൂപയല്ല 30 രൂപ കൊടുക്കാം. നമുക്ക് നേരത്തെ പോയ വീഡിയോ എടുത്തിട്ടാലോ? എനിക്ക് മനസ്സിലാവും. അതിന് അക്കുവിനെ എഡിറ്റ് അറിയോ? അക്കുന് ഏതെടുത്തും അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അക്കുവിന്റെ അടുത്ത് ഇങ്ങനെ അക്കുവിന് ഇൻസ്റ്റ ഉണ്ടാ? എന്താ എത്ര ഫോളോസാ? 89. എനിക്ക് 1024. 1024. അങ്ങനെ 1K. അക്കു ട്രിക്ക് ഉപയോഗിച്ചാണ് 89 ഫോളോസ്. 89 ഫോളോസ് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ ട്രിക്കാണിത്. ഞാനിത് 3ാം ക്ലാസ്സിൽ ഉണ്ടാക്കിയ അക്കൗണ്ടാടാ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ചെക്കനില്ലേ, ഇന്ന് രാവിലെ അക്കൗണ്ട് തുടങ്ങിയല്ലേ, നാളെ രാവിലെ ആകുമ്പോൾ അവന്റെ ഫോളോസ് എത്ര അറിയോ? 150 മേലെ. അംസിയും പറഞ്ഞേക്കൻ്റെ ഞങ്ങളുടെ സ്കൂളിലത്തെ മാനേജറിന്റെ. ഓന് എത്ര വട്ടം ഫോളോസ് ഉണ്ടോ? എന്റെ ഗോപ്രോ ആണിത്. ഗോപ്രോ അല്ലേ തീര? എന്തോ എവിടെ തകരാറ്. ഇവിടെ ഗ്രൗണ്ട് ആക്കാല്ലേ? നേരല്ലേ? നമുക്ക് അങ്ങനെ കറങ്ങി വരാം. അങ്ങനെയല്ല, ഇങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങും. നിന്റെ വീടിന്റെ പിന്നിൽ കൂടെ പോകും. ഇങ്ങനെ കറങ്ങാൻ എനിക്കും അറിയാം. അതിപ്പോ ഇനിയും കറങ്ങാം. അധ്യയനം പോണ്ടേ? ഇങ്ങനെ നമ്മൾ പോയതല്ലേ, അവർക്ക് നമ്മുടെ ധൈര്യം കാണിച്ചു കൊടുക്കണം. നമുക്ക് അധ്യയനം കറങ്ങി വന്നാലോ? ശരി, വേണമെങ്കിൽ വരാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ പാടത്ത് മറ്റേ അയാളുണ്ടാവും. അയാൾ കണ്ട വീട്ടിൽ വിളിച്ചത്. അയാളെ കണ്ട അവിടുന്ന് മുങ്ങ. ഈ വഴി പോയാലോ? വീട്ടിൽ പന്നിന്റെ അണ്ണാക്കിൽ കൊണ്ട് കയറി കൊടുക്കണം. പന്നിയൊന്നും മുട്ടായി കളിക്കാൻ എന്നെ പറഞ്ഞത് പന്നിന്റെ അണ്ണാക്കിൽ കയറി കൊടുക്കാനാണ്. ഒരു പേടിത്തൊണ്ടന്മാരാണ്. കാട്ടിക്കൂട്ടി വീഴാൻ നിൽക്കിട്ട് പന്നി പറയുമ്പോ ഞങ്ങള് താമസിക്കാനൊന്നും നയിക്കില്ല. നോക്കുമ്പോ ഇവൻ പന്നിയെ കണ്ടില്ല, നമ്മള് പറ്റിക്കാ വിചാരിച്ചിട്ട് അവൻ വീഴാത്ര. നമ്മളെ കാണാതായി കഴിഞ്ഞാലേ ആരെ കണ്ടില്ലേ വീട്ടിക്ക് കയറിപ്പോ. ഞാനിവിടെ ചിലപ്പോ മഴപ്പൊടി വേലൊക്കെ ഉണ്ടായി. ഞാനെങ്ങനെങ്കിലൊക്കെ എന്ത് ചെറിയ നിന്നെ നീ ഈ കൗങ്ങിന്റെ മേലെ കയറിക്ക. ആ കൗങ്ങിന്റെ മേലെ കയറി ആ വെട്ടി കറക്കി എന്നിട്ടാ നീ കൗങ്ങിന്റെ മേലെ കയറി. ശരിക്കും പോയി നോക്കുന്നത്. ആ ഇല്ലല്ലോ. ഇതേപോലെ തന്നെ ആദ്യൊരു ശബ്ദം കേട്ട പോലെ തോന്നി. പിന്നെ ഞങ്ങള് അപ്പോൾ നമ്മൾ ആച്ചിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് നമ്മൾ ഇതിനെ കറങ്ങും.
അയാളുണ്ടോ? അവിടെ കുറെ ചേച്ചിമാർ സംസാരിക്കണേണ്ട വെച്ചാ ഇവിടെ പന്നീൻ തച്ചു കിട്ടു. എന്താക്കും ഇങ്ങനെ കുറയ്ക്കണേ? നല്ല കുറയ്ക്കും. എപ്പോ ആണെങ്കിലും എന്ത് ഇതാ പന്നീൻ്റെ കാൽപ്പാട് കണ്ടോ? കണ്ടോ ഇതാ ഇവിടെ ഒരു പുലി. ഗൈസ് നമുക്ക് എൻ്റെ പാടത്തേക്ക് പോവാ. എൻ്റെ പാടത്ത് പന്നികളില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ശബ്ദം ഉണ്ടാക്കാതെ പോവാ. ഈ വഴി കഴിഞ്ഞിട്ട് പിന്നെ ഡേഞ്ചർ ഇല്ല. പക്ഷെ ഗൈസ് നമ്മൾക്ക് പന്നീനെ കാണണം. പന്നീനെ കണ്ട് ആച്ചിൻ്റെ അണ്ണാക്കി ഇട്ട് കൊടുക്കാം. പന്നീനെ കണ്ട് ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്ന് പന്നീനെ കാണിക്കും. പക്ഷെ കാണണം, ചിലപ്പോൾ കാണിക്കാനൊന്നും പറ്റില്ല. അറിഞ്ഞു ഓടി ഞാൻ അവിടുത്തെ ഞാൻ ആ പന്നീനെ കണ്ട വെപ്രാളത്തിലേ നമ്മൾ സത്യം പറയട്ടെ, ഞങ്ങൾ ആദ്യമല്ലേ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ലേ അങ്ങനെ കാട്ടിക്കൂട്ടറ പറഞ്ഞതാണ് കേട്ടോ. ഞാനൊരു വീട് കാണിച്ചില്ല ഓടുന്നത്. അപ്പം അങ്ങനെ വീടിനൊക്കെ പറഞ്ഞു വെച്ചതാണ്. ഞാൻ അങ്ങനെ പോയപ്പോൾ ഒരു പന്നി. ഞാൻ പിന്നെ ഇത് ചെറുതുങ്ങളല്ലേ പേടിക്കാനുണ്ട്. അവിടെ കാട്ടിക്കൂട്ടറ അറിയത് പോഷണം പന്നീനെ കണ്ടു. അല്ലെങ്കിൽ ഞാൻ ഇമ്മാരി വീഴ്ചയൊക്കെ വീഴും. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് അല്ലേ ചെയ്യാ. ഇതാ ഇവിടെ നമ്മുടെ പറമ്പോ വെറുതെ ഇരിക്കല്ലേ ചെയ്യാൻ. നോക്കുമ്പോ ഒരു പന്നി. ഇതാ പന്നീന്റെ കറക്റ്റ് കളർ ഇതാണ്. ഇതാ ഈ ഒരു കളറാ പന്നിക്ക്. അതെ കണ്ടോ? കാട്ടുപന്നിനെ അടാ കാട്ടുപന്നി തിന്നാൻ പറ്റുമോ? ഇന്നലെ നിന്റെ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ടില്ലേ? ഇവിടെ വൈകുന്നേരം അടാ ഈ സാധാ പന്നി ഞാൻ ഇതുവരെ റോസ് കളർ പന്നീനെ കണ്ടിട്ടില്ല. ഒക്കെ കാട്ടുപന്നിയാ. ആ ഉണ്ട് ഫാമിലൊക്കെ ഉണ്ട്. ശരിയാ, ഞങ്ങൾ മല പോയപ്പോ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മൂത്രമൊഴിക്കാൻ പോയി നോക്കുമ്പോ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ പന്നിക്കുന്നത് വേലിന്റെ അപ്പുറത്ത്. അതൊന്നും കാട്ടില്ല കേട്ടോ.